പോലെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയായി ഞങ്ങൾ എത്തിക്കുകയും ദേശത്തായിരിക്കുമ്പോൾ ഈ ദേശത്തോട് നിങ്ങളോട് സന്ദേശം അറിയിക്കുവാൻ ഞങ്ങളോടൊപ്പമായിരിക്കുന്നത് പാസ്റ്റർ ഷിഹാബുദ്ദീൻ അവരുകളാണ്. വളരെ ആദരവോടെ കർത്താവിൻ ദാസനെ വചന ശുശ്രൂഷയോട് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരികത്തും അകലെയുമായി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ പ്രബുദ്ധരായ ദേശനിവാസികൾക്കും അഖിലലോക രക്ഷിതാവും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ശ്രീ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യവും പരിപാവനവുമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ കടന്നുപോയി മാറ്റമില്ലാത്ത സനാതന സുവിശേഷം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന പുനലൂർ ഗോസ്പൽ ടീമാണ് ഇപ്പോൾ ഈ ദേശത്ത് നിങ്ങളുടെ മധ്യയും എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നവമാധ്യമങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. അക്രമങ്ങളും അരാജകത്വങ്ങളും അനീതി നിറഞ്ഞ ഭരണവുമൊക്കെ ഈ നാടിനെ അല്ലെങ്കിൽ മനുഷ്യരെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സന്ദേശമാണ് ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ഈ നിമിഷം വരെയുള്ള ഈ സമയങ്ങളിലൊക്കെ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ കൊല്ലുന്ന തലമുറകളെ കൊല്ലുന്ന മാതാപിതാക്കൾ 9 മാസവും 9 ദിവസവും 9 വിനാഴികയും ഉദരത്തിൽ ചുമന്ന് വേദനയോട് പ്രസവിച്ച് മുലകുടിച്ചു കൊടുത്തു വളർത്തിയ കുഞ്ഞിനെ പോലും കാമുകനോടൊപ്പം ജീവിക്കേണ്ടതിന് കരിങ്കിൽ ഭിത്തിയിൽ എറിഞ്ഞു കൊല്ലുന്ന അമ്മമാരുള്ള കാലഘട്ടം, ജന്മം കൊടുത്തു വളർത്തിയ അപ്പനെയും അമ്മയെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തുന്ന തലമുറകളുള്ള ഒരു കാലഘട്ടം, സ്വന്തം മക്കൾക്ക് വിഷം കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളുള്ള ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാസ്തവം നവമാധ്യമങ്ങൾ അനുദിനവും നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വേണ്ടായോ? ഇതിനൊരു അവസാനം വേണമെന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും? ഈ ലോകത്തിലെ ഭരണങ്ങൾക്കോ ഭരണകർത്താക്കൾക്കോ നിയമപാലകർക്കോ ഇവിടുത്തെ നിയമസംഹിതകൾക്കോ അതിന് വിലങ്ങിടുവാൻ കഴിയുകയില്ല. അനുദിനവും ഈ അക്രമങ്ങളും അരാജകത്വങ്ങളും അസമാധാനങ്ങളും കൊലപാതകങ്ങളും നിഷ്ഠൂരമായ പ്രവൃത്തികളും ഇവിടെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഞങ്ങൾ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഏതൊക്കെ ഭരണകൂടങ്ങൾ മാറി മാറി ഭരിച്ചാലും ശരി, ഇന്ന് ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾക്ക്, വേദനകൾക്ക്, ദുഃഖത്തിന് ഒരറുതി ഉണ്ടാക്കുവാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല എന്ന് ഈ ഉച്ചസമയം ഞങ്ങൾ ദേശനിവാസികളോട് വിളിച്ചറിയിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ നിസ്തുല്യത. ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ മാനവരാശിയെ ദൈവവുമായി നിരപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ദൈവം തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചാക്കി വെച്ച മനുഷ്യൻ ദൈവത്തോട് തന്നെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തവനായി
ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായി ദൈവത്തിൽ നിന്നകന്ന് ഈ ഭൂമിയിലേക്ക് നിപതിക്കുവാൻ ഇടയായി തീർന്നു. എന്താണ് കാരണം? അനുസരണക്കേടാണ് കാരണം. അനുസരണക്കേടാണ് ഇതിന് കാരണം. അരുത് എന്ന് ദൈവം പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചത് നിമിത്തം മനുഷ്യനിലുള്ള ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോകുവാനും അത് നിമിത്തം മനുഷ്യൻ ഭൂമിയിൽ ശാപഗ്രസ്തനായി നിബന്ധിക്കുവാനും ഇടയായി തീർന്നു. ഇതിനൊരു അറുതി വരുത്തുവാൻ ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തു താൻ ദൈവമായിരിക്കെ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി കന്യകയായിരുന്ന മറിയയുടെ ഉദരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്ത് ഈ താണഭൂമിയിൽ അവതരിച്ച് 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ യോഹന്നാന്റെ കരങ്ങൾക്ക് കീഴെ നിമഞ്ജന സ്നാനം സ്വീകരിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവരൂപേണ യേശുവിന്റെ മുകളിലേക്ക് ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടപ്പോൾ യോഹന്നാൻ ഇപ്രകാരം കാതുകളിൽ ഒരു ശബ്ദം കൂടി കേട്ടു, ഇവന് ചെവി കൊടുപ്പിൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗം തുറന്നു കേട്ട ശബ്ദം, യേശുവിന് ചെവി കൊടുക്കുവിൻ. യേശുവിന് എന്താണ് പറയുവാനുള്ളത്? ആ യേശുവിന് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുവീൻ എന്ന് സ്വർഗം തുറന്ന ഒരു ശബ്ദം യോഹന്നാൻ കേൾക്കുവാനിടയായി തീർന്നു. ആ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ സ്നാന ശേഷം 3.5 വർഷക്കാലം രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്, ഭൂതം ബാധിച്ചവനെ ശാസിച്ച് ഭൂതത്തെ പുറത്താക്കിക്കൊണ്ട്, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് 3.5 വർഷക്കാലം കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഇടയായി തീർന്നു. 33.5 തിരുവയസ്സിൽ ലോകത്തിന്റെ മുഴുവൻ പാപത്തെ വഹിച്ചുകൊണ്ട് റോമ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന നീചമരണമായിരിക്കുന്ന ക്രൂശ് മരണം യേശു തന്റെ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് റോമൻ പടയാളികളുടെ ചാട്ടവറടിയേറ്റ് ശരീര ഉഴവുചാലുപോലെ കീറി രക്തം വാർന്നൊലിക്കപ്പെട്ടവനായി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കിക്കൊണ്ട് 85 കിലോയോളം ഭാരം വരുന്ന പച്ച പൈൻ മരക്കുരിശ് ചുമലിലേറ്റിക്കൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് വീണുമെഴുന്നേറ്റും നടന്നു കയറിയത് ഒരു ക്രിസ്തീയ സമൂഹത്തെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നില്ല, ഒരു ഇസ്ലാം സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല, ഹിന്ദു സമൂഹത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ലോക മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. യേശുക്രിസ്തു 33 തിരുവയസ്സിൽ ഒരു കുറ്റവും ചെയ്യാതെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന നീചമരണം ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറിയത് ലോകമാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. ഈ രക്ഷയുടെ മാറ്റമില്ലാത്ത നിത്യ സുവിശേഷ സന്ദേശം ഈ ദേശനിവാസികളോട് ഞങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ ഇത് ക്രിസ്ത്യാനികൾക്കുള്ള സന്ദേശമാണെന്ന് പറഞ്ഞ് പിറകോട്ട് തള്ളിക്കളയുന്നതല്ല, ഇത് മുസൽമാന് വേണ്ടിയുള്ളതാണെന്നും പറഞ്ഞ് ഇതിനെ പിറകോട്ട് തള്ളിക്കളയുകയല്ല, ഇത് ഹിന്ദുവിന് വേണ്ടിയുള്ളതല്ല, സകല മാനവരാശിക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് വിശ്വസിച്ചേറ്റെടുത്തുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ നിത്യത അവകാശമാക്കുവാൻ ഈ പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. യേശുവല്ലാതെ ലോകരക്ഷകൻ മറ്റൊരു വ്യക്തിയില്ല, മറ്റൊരു നാമവുമില്ല. വിശുദ്ധ തിരുവെഴുത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിവരയിട്ട് എഴുതി വച്ചിരിക്കുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിൻ ചുവട്ടിൽ ഭൂമിയിൽ മനുഷ്യരിടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ലോകമാനവരാശിയെ
അവരുടെ പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയുന്ന മറ്റൊരു നാമവും ഇന്ന് ഉലക ചരിത്രത്തിലില്ല എന്ന് ഈ ദേശനിവാസികളോട് ഞങ്ങൾ വിശുദ്ധ ബൈബിളിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. യേശു ഈ ഭൂമിയിൽ വന്നത് പാപിയെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. പാപത്തെ വെറുക്കുന്നവൻ, പാപം ലവലേശൻ തൊട്ടു തീണ്ടാത്തവൻ, പരിശുദ്ധൻ, നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് പാപിയായിരിക്കുന്ന മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ടാണ്. ഈ ജംഗ്ഷനിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കുണ്ടായാൽ ഇവിടെ കൂടി നിൽക്കുന്നവരിൽ പലരും അവരുടെ മധ്യസ്ഥ അണയ്ക്കുവാൻ വേണ്ടി കടന്നു ചെല്ലും. ആ മധ്യസ്ഥ അണയ്ക്കുന്ന വ്യക്തിയാണ് ആ പ്രശ്നത്തിൽ നിന്ന് അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവവുമായി വീണ്ടും നിരപ്പ് പ്രാപിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നീചമരണമായ ക്രൂശ മരണം ഏറ്റെടുക്കുവാൻ നിയോഗിക്കുവാൻ ഇടയായി തീർന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് അനേക മധ്യസ്ഥന്മാരെ നമുക്കറിയുവാൻ കഴിയും. അനേകര് മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു മധ്യസ്ഥന്മാർക്കും മനുഷ്യനെ ദൈവവുമായി നിരപ്പിക്കുവാനോ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനോ കഴിയാതെ ഇരിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തിൽ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ദൈവത്തിനും മനുഷ്യനും മധ്യ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണെന്നുള്ള ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ദേശനിവാസികളോട് വിളിച്ചു പറയുകയാ, പാപിയായിരിക്കുന്ന മനുഷ്യ, നിന്നെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കുവാൻ വേണ്ടി ദൈവമായിരുന്നവൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ അടിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ താണ ഭൂമിയോടെ ഇറങ്ങി വന്നെങ്കിൽ അത് പാപത്തെ വെറുത്ത് പാപിയായ നിന്നെ സ്നേഹിച്ചതുകൊണ്ടാ. നിന്നെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കുന്നതിന് വേണ്ടിയാ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. ഈ ക്രിസ്തുവിനല്ലാതെ ലോക മാനവരാശിയുടെ പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യമരണത്തിൽ നിന്ന് മാനവരാശിയെ രക്ഷിച്ചെടുക്കാൻ മറ്റൊരു നാമത്തിനും കഴിയുകയില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം, യേശുക്രിസ്തു ക്രിസ്ത്യാനികളെ രക്ഷിക്കാമെന്ന ദൈവമാണ്. നല്ല സുഹൃത്തെ, യേശുക്രിസ്തു ക്രിസ്ത്യാനിയെയും മുസൽമാനെയും ഹിന്ദുവിനെയും സിഖുകാരനെയും പാർസിയെയും പഞ്ചാബിയെയും യഹൂദനെയും യവനനെയും ബർബരനെയും സകല മാനവരാശിയെയും രക്ഷിക്കുവാൻ വേണ്ടി ഈ അവനിയിലേക്ക് അവതരിച്ച ഏക രക്ഷിതാവാണ് യേശുക്രിസ്തു. ഈ ക്രിസ്തുവിനല്ലാതെ ലോക മാനവരാശിക്ക് രക്ഷയില്ല കേട്ടോ. ഇവിടെ മനുഷ്യർ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി പലവിധമാകുന്ന കർമ്മമാർഗങ്ങൾ ചെയ്തുകൊണ്ട് നേർച്ചകളും കാഴ്ചകളും യാഗങ്ങളും ഹോമങ്ങളും നടത്തി ആടിനെ വെട്ടി മാടിനെ വെട്ടി കോഴിയെ അറുത്ത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഈ ദേശനിവാസികളോട് വിളിച്ചു പറയുന്നു, താങ്കൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളും താങ്കളുടെ രക്ഷയ്ക്ക് പര്യാപ്തമായ കാര്യമല്ല. മറിച്ച് താങ്കളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, താങ്കളെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. താങ്കളുടെ പാപത്തിന് വേണ്ടി സ്വർലോക മഹിമ വെടിഞ്ഞ് ഭൂമിയിൽ അവതരിച്ച ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിനെ താങ്കൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറയുകയും ചെയ്താൽ താങ്കളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് ഈ ഉച്ചസമയം ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ശിഹാബുദ്ദീൻ മാറ്റമില്ലാത്ത സനാതന സുവിശേഷവുമായി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇങ്ങനെ കടന്നുപോയി വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രിയ സുഹൃത്തെ, ശിഹാബുദ്ദീനെ രക്ഷിച്ചെടുത്തത് ഞാൻ എന്നോളം വിശ്വസിച്ചിരുന്ന മതപ്രസ്ഥാനങ്ങളോ മതഗ്രന്ഥങ്ങളോ തത്വസംഹിതങ്ങളോ ഒരു ഇസങ്ങളോ അല്ലായിരുന്നു. മറിച്ച് ജീവിതത്തിന്റെ നിരാശ വേളകളിൽ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ച ശിഹാബുദ്ദീനെ രക്ഷിച്ചെടുത്തത് ലോക മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി
ഈ അവനിയിലേക്ക് ഇറങ്ങി വന്ന ലോകരക്ഷിതാവായിരിക്കുന്ന സാക്ഷാൽ സുവിശേഷമാകുന്ന യേശു ക്രിസ്തുവാണ് ശിഹാബുദ്ദീനെ രക്ഷിച്ചെടുത്തത് എന്ന് ഈ ദേശനിവാസികളോട് ഞാൻ ഇന്ന് സാക്ഷീകരിക്കുകയാണ്. ഈ ക്രിസ്തുവിലാണ് സകല മാനവരാശിക്കും രക്ഷ. കേട്ടോ, എന്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ, എന്റെ യാഗങ്ങൾ കൊണ്ടോ, എന്റെ ഹോമങ്ങൾ കൊണ്ടോ, നേർച്ചകൾ കൊണ്ടോ, ഞാൻ ഉരുളികമത്തിയത് കൊണ്ടോ, ഞാൻ നിലവിളക്ക് കത്തിച്ചത് കൊണ്ടോ, ഞാൻ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ, എന്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് അനേകരെ ഞാൻ സംരക്ഷിച്ചത് കൊണ്ടോ, സഹായിച്ചത് കൊണ്ടോ എന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയില്ല. പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് സാക്ഷാൽ യേശു ക്രിസ്തുവിന് മാത്രമാണ്. പാപത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് സാക്ഷാൽ യേശു ക്രിസ്തു മാത്രമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളേവരും എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത ഒരു അരുമനാഥൻ ഉണ്ടെങ്കിൽ ഈ ഉച്ചസമയം ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനും ഈ അവനിയിൽ അവതരിച്ചിട്ടില്ല എന്ന് അസന്നിഗ്ധമായി അടിവരയിട്ടുകൊണ്ട് ശിഹാബുദ്ദീൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഇത് ഞങ്ങൾ പറയുമ്പോൾ പലരും തല്ലാൻ വരും, കൊല്ലാൻ വരും, പലരും ഉപദ്രവിക്കുവാൻ ശ്രമിക്കാറുണ്ട്, പലരും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ട്. ഇല്ല സുഹൃത്തെ, താങ്കൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, ഈ നിൽക്കുന്ന നിപ്പിൽ ഇവിടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും യേശുവെന്ന രക്ഷിതാവിന്റെ നാമത്തിന് വേണ്ടിയാണെങ്കിൽ അത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് താങ്കൾക്ക് ജയിക്കാൻ കഴിയത്തില്ല. കേട്ടോ, ആരൊക്കെ ഇതിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഭരണകർത്താക്കളും ചക്രവർത്തിമാരും രാജാക്കന്മാരും, അങ്ങനെ ആരൊക്കെ ഇതിനെ എവിടെയൊക്കെ തകർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും തകർക്കാൻ ശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളതല്ലാതെ സുവിശേഷത്തിന് ഇന്നോളം യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സാക്ഷ്യമാണ് ഇന്ന് ഉച്ച സമയവും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശിഹാബുദ്ദീന് കർത്താവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷവുമായി ഈ അത്തിക്കയം ജംഗ്ഷനിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ഞാൻ മാത്രമല്ല, എന്നെ പോലുള്ള അനേക പ്രിയപ്പെട്ടവർ, പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ സിയാദ് ഇബ്രാഹിം, പാസ്റ്റർ നസീർ ആലപ്പുഴ, ഇന്ന് വേണ്ട അനേക പ്രിയപ്പെട്ടവർ ക്രിസ്തുവിന്റെ രക്ഷ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇന്നും അവർ ദൈവത്തെ സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കൂടെയുള്ള അനേക പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പലരും വിവിധ പശ്ചാത്തലങ്ങളിൽ ജീവിച്ചവരാ, മദ്യപിക്കുകയും പുകവലിക്കുകയും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്നവരാ ഞങ്ങളിൽ പലരും. പക്ഷേ ഞങ്ങളെ മാറ്റിയെടുത്തത് യേശുവിന്റെ സുവിശേഷമായിരുന്നു. നോക്കണം, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന മനുഷ്യരുടെ നടുവിലേക്ക് ക്രിസ്തീയ മിഷണറിമാർ കടന്നുപോയി മാറ്റമില്ലാത്ത സുവിശേഷം പ്രചരിപ്പിച്ചപ്പോൾ നരഭോജികളായിരുന്ന മനുഷ്യർ പോലും നരസ്നേഹികളായി മാറുവാൻ ഇടയായി തീർന്നു. നരഭോജിയെ പോലും നരസ്നേഹിയാക്കി മാറ്റുന്ന ഒരൊറ്റ സന്ദേശമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ശിഹാബുദ്ദീൻ വിളംബരം ചെയ്യുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശമല്ലാതെ മറ്റൊരു സന്ദേശത്തിനും മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയത്തില്ല. യേശു ഭൂമിയിൽ അവതരിച്ചത് പാപിയായിരിക്കുന്നവനെ രക്ഷിക്കുവാനും അവനെ മാനസാന്തരത്തിലേക്കും നടത്തുന്നതിന് വേണ്ടിയാണ്. വിവിധ പാർട്ടികളുടെ ചട്ടുകമായി ജീവിച്ചിരുന്നവനാണ് ഞാൻ. പല പാർട്ടികൾക്കും വേണ്ടി കലാലയങ്ങൾ തോറും വടിവാളുകളുമായി കയറിയിറങ്ങി കൊല്ലാനും വെട്ടാനും ഒക്കെ പോയൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കാതെ, സമാധാനം ലഭിക്കാതെ, ഒരു രാത്രികാലം ഒന്ന് ഉറങ്ങണമെങ്കിൽ തലങ്ങണയടിയിൽ പോലും വടിവാളുകൾ ശേഖരിച്ചു വെച്ചിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു ജീവിതം എനിക്ക് ഓർത്തെടുക്കുവാൻ കഴിയും. സുഹൃത്തെ, എന്നെ അതിൽ നിന്ന് വിടുവിച്ചെടുത്തത് ഈ സുവിശേഷമാകുന്ന സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തുവിന്റെ സാക്ഷാൽ സുവിശേഷമാണ് ശിഹാബുദ്ദീനെ ഒരു മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയതെന്ന് ഈ ദേശത്തോട് ഞാൻ ഇന്ന് പകൽക്കാലം സാക്ഷ്യം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ച, ഇന്നും ഞാൻ ശരീരത്തിൽ അനുഭവിച്ചറിയുന്ന ഏകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിലല്ലാതെ മാനവരാശിക്കൊരു രക്ഷയുമില്ല. താങ്കൾ ഉരുളികമത്തിയാലും, താങ്കൾ തെർമോക്കോൾ കൊണ്ടുണ്ടാക്കിയ കുരിശ് ചുമലിലേറ്റിക്കൊണ്ട് തെരുവീതികളിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലും, ചെരുപ്പിടാതെ നടന്നാലും, കിലോമീറ്ററുകൾക്കപ്പുറം പോയി, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം പോയി താങ്കൾ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിച്ചാലും താങ്കളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകുകയില്ല. താങ്കളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുന്നവൻ
ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു രക്ഷിതാവും ഇല്ല. ആ യേശു ദൈവമായിരിക്കെ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു. ദൈവത്തിന്റെ സകല പരമ അധികാരവും വിട്ടുകളഞ്ഞിട്ട് ഒരു പൂർണ്ണ മനുഷ്യനായി കന്യകയായ മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്തു. ഒന്ന് ശ്രദ്ധിക്കണം, സാധാരണ ഒരു മനുഷ്യൻ ജനിക്കുന്നത് പോലെയല്ല സാക്ഷാൽ യേശുക്രിസ്തു ജനിച്ചത്. യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ അത്ഭുതമായി മാറിയിരിക്കുക. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് മനുഷ്യൻ ജനിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കന്യകയായ പുരുഷൻ തൊടാത്ത മറിയയുടെ ഉദരത്തിൽ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഉൽപ്പാദിതമായെങ്കിൽ അത് അത്ഭുത ജനനമല്ലേ എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഏതൊക്കെ നിലകളിൽ യേശുക്രിസ്തു വ്യത്യസ്തനാണ്. തന്റെ ജനനം കൊണ്ട് യേശുക്രിസ്തു വ്യത്യസ്തനാണ്. തന്റെ ജീവിതം കൊണ്ട് യേശുക്രിസ്തു വ്യത്യസ്തനാണ്. തന്റെ ശുശ്രൂഷകൾ കൊണ്ട് യേശുക്രിസ്തു വ്യത്യസ്തനാണ്. തന്റെ മരണം കൊണ്ട് യേശുക്രിസ്തു വ്യത്യസ്തനാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം നാൾ മുന്നേ കൂട്ടി പ്രവചിച്ചതുപോലെ താൻ ഉയർത്തെഴുന്നേറ്റ് തന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് യേശുക്രിസ്തു വ്യത്യസ്തനാണ്. എന്തിനു പറയുന്നു? ലോക കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചത് യേശുക്രിസ്തുവിന്റെ ജനനശേഷമാണ്. അതിലും യേശുക്രിസ്തു വ്യത്യസ്തനാണ്. ഇത്രത്തോളം ചരിത്ര പുരുഷനായ ഒരു രക്ഷകൻ നമുക്കുള്ളപ്പോൾ നാം ഇന്നും അനേകം മധ്യസ്ഥന്മാരുടെ പിന്നാലെ പോയി രക്ഷ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല സുഹൃത്തുക്കളെ, താങ്കൾക്ക് തെറ്റിപ്പോയി. താങ്കളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. താങ്കളെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു നല്ല രക്ഷിതാവുണ്ട്. താങ്കൾക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ പരമയാഗമായി മാറിയ ഒരു നല്ല രക്ഷകനുണ്ട്. ആ ക്രിസ്തുവിനെ താങ്കൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമെങ്കിൽ, താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധരം കൊണ്ട് അത് ഏറ്റുപറയുവാൻ താങ്കൾ തയ്യാറാകുമെങ്കിൽ ആ യേശുവിന്റെ മാറ്റമില്ലാത്ത രക്ഷ സൗജന്യമായി താങ്കൾക്ക് ലഭിക്കുവാൻ ഇടയായി തീരും. അതിന് ചില്ല പൈസ താങ്കൾ മുടക്കണ്ട. താങ്കളുടെ ഒരു കർമ്മ മാർഗങ്ങളും വേണ്ട. താങ്കളുടെ ഹൃദയം യേശുവിന്റെ പാദാരവിന്ദങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. താങ്കൾക്ക് നിത്യമായ രക്ഷ നൽകുവാൻ കഴിയുന്ന യേശുവെന്ന രക്ഷിതാവ് താങ്കളെ ആ രക്ഷയിലേക്ക് മാടി വിളിക്കുകയാകട്ടോ. മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുമ്പോൾ ആ വചനം നമ്മോട് വിളിച്ചു പറയുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല എന്ന് വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു പക്ഷേ താങ്കൾ പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പാപത്തിന്റെ അടിമത്വത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പലവിധമാവുന്ന വിഷയങ്ങളുടെ നടുവിൽ താങ്കൾ ജീവിതമെന്ന് അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. സുഹൃത്തെ, താങ്കൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. താങ്കൾ മരണം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. താങ്കളെ രക്ഷിക്കുവാൻ കഴിയുന്ന, താങ്കളെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞ അരുമനാഥനായ യേശുക്രിസ്തുവിനെ ഇന്ന് പകൽക്കാലം താങ്കൾ ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറയുകയും ചെയ്താൽ താങ്കളുടെ പാപത്തിനും താങ്കളുടെ സകല പ്രതിസന്ധികൾക്കും മറുപടിയാണെന്ന് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. ഈ യേശുവിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ നല്ലൊരു ഭർത്താവായി മാറി. ഈ യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ നല്ലൊരു സഹോദരനായി മാറി. ഈ യേശുവിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ നല്ലൊരു മകനായി മാറി. ഈ യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് നല്ലൊരു സുഹൃത്തായി മാറുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ മനുഷ്യന് രൂപാന്തരം വരുത്താൻ കഴിയുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് ശിഹാബുദ്ദീൻ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് ഞങ്ങൾ നിങ്ങളോട് അസന്നിഗ്ധമായി അടിവരയിട്ടുകൊണ്ട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. ആ കർത്താവ് നമ്മോട് വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മറ്റാരും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. എത്രയോ ചരിത്ര പുരുഷന്മാർ ഈ ഭൂമിയിൽ അവതരിച്ചു. അവരിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരും മരണത്തിന് അടിമപ്പെട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ മരണത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, പിശാചിന്റെ സകല തന്ത്രങ്ങളെയും ജയിച്ചവൻ, മൂന്നാം നാൾ മുന്നേ കൂട്ടി പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റവനായ, ഇന്നും സ്വർഗത്തിൽ വസിക്കുന്നവനായ
യേശു ക്രിസ്തു താങ്കളെ രക്ഷിച്ചെടുക്കുവാൻ വിശ്വസ്തനും ശക്തനുമായ രക്ഷിതാവാണ്. താങ്കളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരുപക്ഷെ തലമുറയുടെ വിഷയങ്ങളിൽ ചൊല്ലി താങ്കൾ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? താങ്കളുടെ പ്രതിസന്ധികൾ താങ്കളുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ വേണ്ടി അവയെ താങ്കൾ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ഒരു നിമിഷം താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഈ യേശുവിന് ഒരു അവസരം കൊടുക്കാമോ? ഈ യേശു താങ്കളുടെ ജീവിതത്തിൽ വന്നാൽ താങ്കൾ പ്രകാശിക്കാൻ തുടങ്ങും. ഈ യേശു കടന്നു വന്ന സകല പട്ടണങ്ങളും, യേശു കടന്നു ചെന്ന സകല ഭവനങ്ങളും, യേശു കടന്നു ചെന്ന എല്ലാ സ്ഥലങ്ങളും പ്രകാശിതമായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? യേശു ഒരു വ്യക്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവനിലുള്ള ഇരുട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. യേശു ഒരു പട്ടണത്തിൽ കടന്നു ചെന്നാൽ അവിടെയുള്ള അന്ധകാര ശക്തി മാറിപ്പോവുകയായി ചെയ്യുന്നത്. അവിടെ പ്രകാശിതമായി തീരുവാനിടയായി തീരും. ആ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിലല്ല വെളിച്ചത്തിൽ നടക്കുന്നു. സ്തോത്രം. ഈ പകൽക്കാലം മാറ്റമില്ലാത്ത തിരുവെഴുത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ പറയട്ടെ, ഈ യേശുവിനെ അനുഗമിക്കുവാൻ, ഈ യേശുവിന്റെ പ്രകാശത്തിൽ ജീവിക്കുവാൻ ഈ പകൽക്കാലം ആ ക്രിസ്തു എന്ന രക്ഷിതാവ് താങ്കളെ ആഹ്വാനം ചെയ്യുക കേട്ടോ. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നല്ല രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു അവിടുന്ന് വാക്കുമാറുന്ന ദൈവമല്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീരുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി വിളിച്ചു പറയുന്നു. താങ്കൾക്ക് ഒരു നിമിഷം ആ യേശുവിന്റെ പാതാര ബിന്ദങ്ങളിലേക്ക് താങ്കളെ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് പരിഹാരമായിട്ട് അവിടെ നിന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയുടെ കൊലക്കളത്തിൽ യാഗമായി മാറിയ ദൈവമാണ്, രക്ഷകനാണ്. അങ്ങേ ഞാൻ എൻ്റെ ദൈവമായി രക്ഷകനായി എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു എന്ന് താങ്കൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് താങ്കൾക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, ഏത് പ്രതിസന്ധിയുടെ നടുവിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്രമാത്രം പ്രശ്നങ്ങളുടെ നടുവിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും താങ്കളുടെ ഉള്ളിൽ ദൈവിക സമാധാനം വന്ന് നിറയുവാനിടയായി തീരും. മരണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന താങ്കളെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഏകരക്ഷിതാവും ദൈവവുമായിരിക്കുന്ന ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റെടുത്താട്ടെ. ഏറ്റെടുക്കുമെങ്കിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ താങ്കളും യേശു ക്രിസ്തുവിന്റെ 2ാം വരവിൽ ആ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഇടയായി തീരും. വിശ്വസിക്കാമോ? ഒരു നിമിഷം താങ്കളുടെ ഒരു പൈസ കൊടുക്കാതെ, താങ്കൾ സമ്പത്ത് അടിയറവ് വെക്കാതെ, താങ്കൾ യാത്രകൾ ചെയ്യേണ്ട, നേർച്ചകൾ വേണ്ട, കാഴ്ചകൾ വേണ്ട, ഹോമങ്ങൾ വേണ്ട, ആ യേശുവിന്റെ പാദപീഠത്തിലേക്ക് താങ്കൾ ഒന്ന് അടുത്ത് വന്നാൽ മതി. താങ്കളെ ഏത് പാപത്തെയും കഴുകി ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന പുണ്യാഹ രക്തത്താൽ താങ്കളെ കഴുകി ശുദ്ധീകരിച്ച് ഒരു ദൈവ പൈതലാക്കി മാറ്റുവാൻ യേശു എന്ന രക്ഷിതാവ് ആഗ്രഹിക്കുക. ഒന്നേൽപ്പിച്ചു കൊടുത്താട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ പ്രിയ കർത്തദാസൻ വിൽഫ്രഡ് മിഖായേൽ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ അരികിൽ അടുത്തു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സകല പ്രശ്നത്തിനും യേശു മറുപടി നൽകും. ഗോഡ് ബ്ലസ് യു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ പ്രദേശത്ത് കടന്നു വരികയും മാറ്റമില്ലാത്ത നമ്മുടെ സുവിശേഷം ഈ പ്രദേശത്ത് അറിയിപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരു അവസരം ദാനമായി നൽകിയതോർക്ക് സ്തോത്രം. ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഭാരത്തിലോ ദുഃഖത്തിലോ വേദനയിലോ ആയിരിക്കുന്നുവെങ്കിൽ ദൈവമേ, ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ആശ്വസിപ്പിക്കുമാറണമേ. എല്ലാ ഹൃദയങ്ങളിലും ഇരുട്ടിന്റെ അനുഭവങ്ങൾ മാറി കർത്താവ് സത്യ വെളിച്ചം ഹൃദയത്തിൽ വാഴേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തെ വ്യവസായ മേഖലകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു. അപ്പാ, മഹത്വം തിരുമേനിക്ക് അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗത്തിലുള്ള പിതാവേ, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു. യേശു ക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. ദേശമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ഇത്രത്തോളം ഞങ്ങളെ ശ്രമിച്ച എല്ലാ ദേശനിവാസികൾക്കും കടക്കമ്പോളങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.